നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ കളം നിറയുകയാണ് വൈ.എസ്. ശർമിള. വൈ.എസ്.ആർ. കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ കളം പിടിക്കുകയാണ് വൈ.എസ്. ശർമിള. വൈ.എസ്.ആർ. കോൺഗ്രസിന്റെ പ്രമുഖരായ 2 നേതാക്കളാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് എത്തിയത്. വൈ.എസ്.ആർ. കോൺഗ്രസിന്റെ എം.എൽ.എയും പ്രമുഖ നേതാവുമായ ആർദർ ഥുഗുരിയും മുൻ എം.എൽ.എ മുരളി കൃഷ്ണയും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. വരും ദിവസങ്ങളിലും നിരവധി നേതാക്കൾ വൈ.എസ്.ആർ. കോൺഗ്രസിൽ നിന്നും ടി.ഡി.പിയിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായ ആന്ധ്രാപ്രദേശിൻ്റെ മണ്ണിൽ വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് വൈ.എസ്. ശർമിളയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വൈ.എസ്. ശർമിളയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇതിനോടകം തന്നെ ആന്ധ്രാപ്രദേശിൽ കളം നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. വൈ.എസ്. രാജശേഖർ റെഡ്ഡി നടപ്പിലാക്കിയ ജനകീയ പദ്ധതികളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് തങ്ങൾ അധികാരത്തിലെത്തിയാൽ എല്ലാ മേഖലകളിലേക്കും വികസനവും ജനക്ഷേമ പദ്ധതികളും എത്തിക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വൈ.എസ്. ശർമിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്. വൈ.എസ്. ശർമിളയ്ക്കൊപ്പം തെലങ്കാന മുഖ്യമന്ത്രിയും പി.സി.സി. അധ്യക്ഷനുമായ രേവന്ത് റെഡ്ഡിയും ആന്ധ്രയിലേക്ക് എത്തിയതോടുകൂടി കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെയും സംഘടിപ്പിച്ചുകൊണ്ട് വൈ.എസ്. ശർമിള നടത്തിയ കോൺഗ്രസിൻ്റെ മഹാറാലിയിലേക്ക് ഒഴുകിയെത്തിയത് 10,000-കണക്കിന് ജനങ്ങളാണ്. വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ മണ്ണിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച വൈ.എസ്. ശർമിളയ്ക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസവും കരുത്തും പകരുന്ന മഹാറാലിയായിരുന്നു വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കപ്പെട്ടത്.